പറയടി മോളെ, എന്തുണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നാ? ക്രിസ്മസ് ഒക്കെ ആകട്ടോ. അമ്മച്ചി, ഞാനിന്ന് വരുന്നുണ്ട്. ചേച്ചിമാരും വരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയാകുന്നു. എന്റെ ദൈവമേ, എന്റെ മക്കളെല്ലാവരും വരുന്നുണ്ടല്ലോ. എടി അന്നക്കൊച്ചേ, മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മച്ചി രാവിലെ ഇത്ര വലിയ സന്തോഷം? എടി മോളെ, എന്റെ മക്കള് വരുന്നുണ്ട്. നീ ചന്തയിൽ പോയി കരിമീനും കൊഞ്ചും താറാവിനും ഒക്കെ വാങ്ങിച്ചോണ്ട് വേഗം പോയിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. നീ ചന്തയിൽ പോയി കാണുന്നവരോടൊക്കെ കാര്യം പറഞ്ഞു നിൽക്കരുത്. ഒരു ഓട്ടോ പിടിച്ചെങ്കിൽ പോരണം കേട്ടോ. ഞാൻ ആരോട് കാര്യം പറഞ്ഞു നിൽക്കാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ഓരോരുത്തർ എന്നോട് ചോദിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് എന്ത് നന്മയാ മോളെ ഉള്ളത്? നീ വേഗം പോയിട്ട് വാ. എന്റെ പുന്നാരെ അമ്മച്ചി, ഞാൻ എളുപ്പം വരാം. നിനക്ക് എന്ത് പാടി ഇത്ര സന്തോഷം? എടി പെണ്ണമ്മേ, എന്റെ മക്കൾ വരുന്നുണ്ടടി, അതിന്റെ സന്തോഷമാ എനിക്ക്. ഓ, പിള്ളേര് വരുന്നോടി. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമോ അതോ അവർ തന്നെയാണോ? ഓ, അതൊക്കെ ഒരു സർപ്രൈസ് ആണ് എന്നോട് പറഞ്ഞത്. അതൊക്കെ ഇരിക്കട്ടെടി. അന്നക്കൊച്ച അടുത്ത ആഴ്ച പോവല്ലേ? അപ്പോ പിന്നെ നിനക്ക് ആരുണ്ടടി ത്രേസ്യാമ്മേ കൂട്ട്? അതിനല്ലേ എന്റെ മക്കൾ വരുന്നത്. ഞാൻ അവരോട് അങ്ങ് പോകും. നീ ആസ്ട്രേലിയയിലേക്കാണോ അതോ ജർമ്മനിയിലേക്കാണോ? അവര് വരടി, അത് കഴിഞ്ഞ് അതൊക്കെ തീരുമാനിക്കാം. നീ ഇത്ര വേഗം വന്നോ? എല്ലാം കിട്ടിയോടി മോളെ? കിട്ടി അമ്മച്ചി, എല്ലാം നല്ല സൂപ്പർ സാധനങ്ങളാണ്. കരിമീൻ പിടയ്ക്കുന്നത് കാണണോ അമ്മച്ചിക്ക്? വേണ്ട മോളെ, നീ പോയി എളുപ്പം എല്ലാം ഒന്ന് ഉണ്ടാക്ക. ഇതൊക്കെയാണെങ്കിലും അന്നക്കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നു അല്ലേടി? അവൾ എന്റെ കൂടെ കൂടിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതിനാണ് ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ചു. ഞാൻ തന്നെ അവളുടെ വിവാഹം നടത്തി കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ അവളെ കൂട്ടിക്കൊണ്ടങ്ങ് പോകും. അവളും എന്റെ മകളെ പോലെ തന്നെയാടി. അവളങ്ങ് പോവല്ലേ? നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യണ്ടേ? അതിലിപ്പോ എന്ത് സന്തോഷമാണ് നമുക്കുള്ളത്? എടി ത്രേസ്യാമ്മേ, നിന്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. രണ്ടുപേരും കൂടി പരദൂഷണം പറയാതിരുന്ന് ചായ കുടിച്ചേട്ടെ. നീ എന്തു പറഞ്ഞു? ഞങ്ങൾ പരദൂഷണം പറഞ്ഞു എന്നോ? അമ്മച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി എന്റെ ദൈവമല്ലയോ? ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലയോ? നീ ചുടുങ്ങാതെ പോ. മിനിമോൾക്ക് താറാവ് പാസ് വളരെ ഇഷ്ടമാണ്. എളുപ്പം പോയി അത് ഉണ്ടാക്കാം. എന്റെ ടീച്ചറമ്മേ, എല്ലാം റെഡിയാണേ. എന്നാ ഞാൻ പോവാടി. ഇനി എത്ര ദിവസം അന്നക്കൊച്ചിന്റെ ചായ കുടിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്ര നേരം വന്ന് ഇരിക്കാനാ? പിള്ളേരെ എന്നെ തള്ളിയിടാതെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കാണാനല്ലേ ഓടി വന്നത്. അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി? നിങ്ങൾ പിള്ളേരെ ഒന്നും കൊണ്ടുവന്നില്ലയോ? എന്റെ കൊച്ചുമകളെ കണ്ടിട്ട് എത്ര നാളായി ഞാന്. അമ്മച്ചി, അവര് വന്നില്ല. അവർക്ക് ഈ സ്ഥലമൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കത്തില്ല. തന്നെയുമല്ല, ഇവിടുത്തെ ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല. പിള്ളേരുടെ കാര്യമല്ലയോ, അവർക്ക് UK ജീവിതമാണ് ഇഷ്ടം. സാരമില്ല. എന്നെ കുറിച്ച് നാളെ അങ്ങ് പോവല്ലയോ? ഇനി ഞാൻ തന്നെ ഇരുന്ന് എന്ത് ചെയ്യാനാ? എനിക്ക് ഒരാളുടെ സഹായം വേണം താനും. ഞാൻ അങ്ങോട്ട് വരുമ്പോ കൊച്ചുമക്കളെ കണ്ടോളാം. ഓക്കെ അമ്മച്ചി, അകത്ത് പോയിരുന്ന റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ കുറച്ചു നാളായി കണ്ടിട്ട്. ഞങ്ങളൊന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കട്ടെ. ഞാൻ അമ്മച്ചിയെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് അമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ അത് ചേരത്തുമില്ല. അച്ചായനും മക്കൾക്കൊട്ട് താല്പര്യവും ഇല്ല. ഈ പറയുന്നത് ഇന്നലെ നമ്മളെല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്തതല്ലേ? എനിക്ക് അമ്മച്ചിയെ നോക്കാനും ചുമക്കാനും ഒന്നും പറ്റില്ല. പിന്നെ ചാച്ചനും പിള്ളേർക്കും തീരെ ഇഷ്ടവുമല്ല. എന്നാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ അമ്മച്ചിയെ അവിടെ കൊണ്ടാക്കാം. നമ്മൾ എന്ത് പറഞ്ഞാണ് അമ്മച്ചിയെ കൊണ്ടുപോകുന്നത്? അമ്മച്ചി നമ്മളൂടെ വരുമോ? നമുക്ക് ടൂർ പോകുവാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം. എല്ലാം നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോകണം. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് തിരികെ പോകാം. മിണ്ടാതിരി, അമ്മച്ചി വരുന്നു. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറെ നേരമായില്ലയോ? വിശക്കുന്നില്ലയോ മക്കളെ? അമ്മച്ചി, ഞങ്ങൾ വരികയാ. അതിനു മുമ്പ് ഒരു കാര്യം, അന്നെ കൊച്ചെ, നീ ഇന്ന് തന്നെ പോയിക്കോ. ഞങ്ങൾ നാളെ അമ്മച്ചിയും കൊണ്ടൊരു ടൂർ പോവുകയാണ്.
അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ, ഞാൻ എന്റെ അമ്മച്ചിയുടെ കൂടെ ഇന്നുകൂടെ ഉള്ളൂ. നാളെ എന്റെ ഇച്ചായം വന്ന് എന്നെ പോകാൻ വരും. ഞാൻ നാളെ പോയിക്കോളാം. പ്ലീസ് അമ്മച്ചി. നീ പോകണ്ട, ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീ ഇറങ്ങിയാ മതി. വാ, നമുക്ക് എല്ലാവരും കൂടെ പോയി ആഹാരം കഴിക്കാം. എന്തോ മക്കളെ, നിങ്ങൾ എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്? ടൂർ എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഇവിടെ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാന് നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ല, ആരത്? ടീച്ചറമ്മയോ? മക്കളും ഉണ്ടല്ലോ. എന്തു പറ്റി എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള കാരണം? അല്ല, അമ്മയ്ക്ക് അറിയാമോ? അറിയാമോന്നോ? ഇത് നമ്മുടെ നരിയാപുരം കറിയാച്ചേന്റെ മോൾ ടീച്ചറമ്മയല്ലയോ? ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ. ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു ടീച്ചറമ്മേ. എന്തുണ്ട് വിശേഷം? ഈ പിള്ളേർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഞാനും അന്നേരം അവരോട് ഇങ്ങ് വന്നതാ. ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചി ഇവിടെ ആക്കുവാൻ വന്നതാ. അമ്മച്ചിയുടെ സേവകൻ അവളുടെ ഭർത്താവിന്റെ കൂടെ പോയതുകൊണ്ട്. അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ സാർവന്റിനെ കല്യാണം കഴിച്ചു വിട്ടത്? അല്ലെങ്കിൽ അമ്മച്ചിയെ നോക്കി അവൾ ഇവിടെ നിന്നേനെ. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചിയെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേർത്തുമില്ല. എഴുന്നേൽക്കടി. നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നതാ ഈ സ്റ്റൈലൊക്കെ? തന്തയാര് തള്ളയാരെന്ന് അറിയാതിരുന്ന നിന്നെയൊക്കെ കുറച്ച് പുതുപ്പണം കണ്ടപ്പോ നിനക്കൊക്കെ അഹങ്കാരത്തിന് കൈയും കാര്യം വെച്ചതുപോലായോ? അവിടെ ഒന്നും പറയല്ലേ. ടീച്ചറൊന്നും മിണ്ടാതിരിക്കെ. ഇവളുമാരെ അങ്ങനെ അങ്ങ് വിട്ടാ കൊള്ളത്തില്ല. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾക്ക് തന്തയും തള്ളയും ഇല്ലാന്ന് ആര് പറഞ്ഞു? ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ ഡാഡി മരിച്ചുപോയി. എന്നാ നീയൊക്കെ കേട്ടോ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല സ്വന്തക്കാരുമല്ല. കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിനും നിങ്ങളെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയതാ. നിങ്ങളെ ഈ ടീച്ചർ സ്വന്തം മക്കളാക്കി വളർത്തി നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം പോലും മാറ്റിവെച്ചു. ഇപ്പോൾ അവർ നിങ്ങൾക്കൊരു ഭാരമായി തീർന്നു. ഹലോ, എന്നൊക്കെ ചെല്ലിയോ? എന്തോ മോളെ? അമ്മച്ചി എവിടെയാ? മോളെ, ഞാൻ ഈ സ്നേഹതീരത്താ മോളെ. അതെന്തോ അമ്മച്ചി അവിടെ നിൽക്കേ. പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മച്ചി ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരുവാ. അമ്മച്ചി, ഇത്ര നാളായി ഞങ്ങൾ ഇത് അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം. ഇനി അമ്മച്ചിയെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. സാരമില്ല, ഇതൊക്കെ ഒരു ലോക സഹജമാണ്. അമ്മയും അപ്പനും പ്രായമാകുമ്പോ ആർക്കും വേണ്ട, എല്ലാവർക്കും ഒരു ഭാരമാണ്. അമ്മച്ചി നിങ്ങളുടെ കൂടെ വരുന്നില്ല. ഇവിടെ നിന്നോട്ട്. അവരെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. ആരും നോക്കണ്ട, ഞാനും എന്റെ അച്ഛനും കൂടെ എന്റെ അമ്മച്ചിയെ നോക്കിക്കോളാം. ശരി മോളെ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. നിനക്കൊരു ഭാരമാകുമ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാൽ മതി. ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഇല്ല മക്കളെ, ഇവളും എനിക്ക് നിങ്ങളെ പോലെയാണ്. നിങ്ങൾ സുഖമായി ജീവിക്കെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമി പിറന്നവരെ അത് തേടിയെത്തും. എന്നാൽ പുതുലോക മനുഷ്യർ അത് വിസ്മരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ വളർന്നു വരുന്ന മാതാപിതാക്കളും. ഇപ്പോൾ നിലനിൽക്കുന്ന യുവത്വം ഏറെ നിലനിൽക്കില്ലേ എന്ന യാഥാർത്ഥ്യം ഇന്നത്തെ യുവതലമുറ മനസ്സിലാക്കണം. സ്വന്തം മാതാപിതാക്കൾ തണലേക്ക് വളർത്തിയ മക്കൾ ഇന്നത്തെ തലമുറ വാർദ്ധക്യ സഹജമായ മക്കളെ വാർദ്ധക്യത്തെ കൊണ്ട് കളയുന്ന ഈ സ്കിറ്റ് ഒരു സന്ദേശമായിരിക്കട്ടെ.